ഹായ്. പൊതുവെ സ്ട്രെസ്സുള്ള കൂട്ടത്തിലെ ആളാണെങ്കിലും ലൈഫിനെ ഒരു പോസിറ്റീവ് ആംഗിളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എഫേർട്ട് ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലാൻ എ ബി സി ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നുള്ളത് എനിക്കൊരിക്കലും ഒരു ചോദ്യചിഹ്നമായിരുന്നില്ല. പക്ഷേ കയ്യിലുള്ള പ്ലാൻസ് ഒന്നും വർക്കൗട്ട് ആകാതാവുമ്പോഴുള്ള അവസ്ഥ എന്താ? അതാണ് കുറച്ച് കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഭവം കുറച്ച് കട്ടിവാക്കാവും അല്ലേ? എല്ലാം ശരിയാവും. നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ നീ എത്ര യങ്ങാ, നിനക്കിനി എന്തോരം ലൈഫ് കാണാൻ കിടക്കുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അപ്സെറ്റ് ആവാ ചെയ്യുക, അല്ലെങ്കിലും നിനക്ക് കൊച്ചുനാൾ മുതൽ എല്ലാം കിട്ടിക്കൊണ്ടുള്ള പ്രശ്നമാണ്. എപ്പോഴും ലൈഫിൽ സക്സസ് ആയേ ശരിയാവും. ഇടയ്ക്കൊക്കെ ഒരു ഫെയിലിയർ വേണ്ടേ, ഒരു ബ്രേക്ക് വേണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല. അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എല്ലാം സമയമാകുമ്പോൾ ശരിയാവിടും. ഒന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടതകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരു സ്ട്രെസ്സാണോ? ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പറയണതിൽ കാര്യമില്ല എന്നല്ല, അവർക്ക് എന്നെ കേട്ടിരിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ അല്ലേ പറ്റൂ. അല്ലാതെ നീ കിടന്ന് കഷ്ടപ്പെടുക, നീ രക്ഷപ്പെടാനൊന്നും പോകണില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നേക്കാൾ വിഷമം അനുഭവിക്കുന്ന ഒരാളുടെ കൂടെ ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്ത് അത് ഓർത്ത് ഞാൻ സമാധാനിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു സാഡിസ്റ്റ് ആകല്ലേ? അതുകൂടാതെ ഞാൻ എൻ്റെ വിഷമത്തെ അവിടെ ഇൻവാലിഡേറ്റ് ചെയ്യല്ലേ? എന്നേക്കാൾ കൂടുതലോ കുറവോ വിഷമം അനുഭവിക്കുന്ന ഒരാളായിക്കോട്ടെ, പക്ഷേ എൻ്റെ വിഷമം അത് എൻ്റെ അല്ലേ? അത് വേറൊരാളായിട്ട് താരതമ്യം ചെയ്ത് സമാധാനിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒന്നില്ലെങ്കിലും എല്ലാവരുടെയും ജേർണീസ് ഡിഫറെൻ്റ് അല്ലേ? അവരുടെ കൺസേൺസ്, പ്രയോറിറ്റീസ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ അവരുടെ വിഷമവും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ഭൂരിഭാഗം ടൈമും ഞാൻ ഓക്കെയാണ്. പക്ഷെ ചില നേരങ്ങളിൽ കയറി വരുന്ന സെൽഫ് ഡൗട്ട്, സെൽഫ് ബ്ലെയിം മതി ആ ദിവസം പോയി കിട്ടാൻ. പെട്ടെന്ന് കരയാൻ. ലൈഫിൽ ഒരു ബ്രേക്കും എടുക്കാതെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കുതിച്ച് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വരുമ്പോൾ ജീവിതം തിരിച്ച് റിവേഴ്സ് ഗിയറിൽ പോകാണോ എന്നൊരാദി. ഈ ഒരു ഇംബാലൻസ് കാരണം ഞാൻ മിസ് ചെയ്യുന്നത് എൻ്റെ ഓൾഡ് സെൽഫിനെയാണ്. പണ്ടത്തെ ഞാൻ ഒരു കാര്യവും പെൻഡിങ്ങിന് വെക്കില്ലായിരുന്നു. ഇപ്പോൾ അതിന് മറിച്ച് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊക്കാസ്റ്റിനേഷൻ, ഔട്ട് ഓഫ് ഫിയർ ആൻഡ് ലെത്താജി. ഹമ്പോ, പറയാതിരിക്കുക ഭേദം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ നല്ല പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യും, ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യില്ല, അതിൻ്റെ നടുവിലൊന്നുമില്ല. കൂടാതെ ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് സോൺഡ് ഔട്ട് ആകുന്ന കണക്ക് വേറെ. ഒരു കാര്യം ചെയ്തു കഴിയാതെ മറ്റൊന്നിലേക്ക് പോകാത്ത ഞാൻ ഇപ്പോൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ഡിസ്കറേജ്ഡ് ആകും. ഒരു ദിവസം വെറുതെ ഇരുന്നാലോ മനസ്സിന് നല്ല കുറ്റബോധവും. അതുകൊണ്ട് എന്നും ലാപ്ടോപ്പ് എടുത്ത് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടാറില്ല. എന്ന് വെച്ച് പ്രതീക്ഷയ്ക്കും എഫേർട്സിനൊന്നും കുറവില്ല കേട്ടോ, എല്ലാം ഉഷാറാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രേക്കിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളൊക്കെ പറയണ പോലെ ലൈഫ് ഹാപ്പൻസ്.